വി.എസ്. അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന ആലപ്പുഴ സമ്മേളനത്തിലെ ചർച്ച വിവാദമായിരിക്കെ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ വി.എസ്. അനുസ്മരണ യോഗത്തിൽ ഉദ്ഘാടകനായി എം. സ്വരാജ്. CPM-ലെ നിരവധി മുതിർന്ന നേതാക്കൾ വി.എസിനെതിരെ ആലപ്പുഴ സമ്മേളനത്തിൽ അധിക്ഷേപമുന്നയിച്ചെന്ന തുറന്നു പറച്ചിലുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ് പാർട്ടി നേതൃത്വം. ഇതിനിടെയാണ് ആരോപണ വിധേയൻ തന്നെ വി.എസിന്റെ അനുസ്മരണ ഉദ്ഘാടകനായി എത്തുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലാണ് ചേരുന്നത്. സുധീഷ്, നമുക്കറിയാം വി.എസ്. അച്യുതാനന്ദനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പാർട്ടിക്കകത്ത് ഏകാംഗനും പാർട്ടിക്ക് പുറത്ത് ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വി.എസിനെ എങ്ങനെ ഒതുക്കാം എന്ന ഗവേഷണമാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷവും വീണ്ടും അധിക്ഷേപിക്കുകയാണോ സുധീഷ്? ഇതും അങ്ങനെ തന്നെ വേണം നമുക്കിതിനെ വിലയിരുത്താൻ. കാരണം ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 2015 സമ്മേളനത്തിലടക്കം വി.എസിനെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന സമീപനം സമ്മേളനത്തിൽ ഉണ്ടായി എന്നതാണ് പല അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവർ ഇപ്പോൾ തുറന്നു പറയുന്നത്. അതിൽ സുരേഷ് കുറുപ്പായാലും മുരളി, തിരുപ്പങ്കോട് മുരളി ആയാലും എല്ലാം തന്നെ അത് വളരെ കൃത്യമായി തന്നെ തുറന്നു പറയുന്നുണ്ട്, ലേഖനങ്ങളിൽ എഴുതുന്നുണ്ട്. ആ രീതിയിൽ പറയുമ്പോൾ തന്നെ വി.എസിനെ അന്ന് അധിക്ഷേപിച്ചവരുടെ കൂട്ടത്തിലുള്ളവരെ വി.എസ്. അനുസ്മരണത്തിന്റെ ഉദ്ഘാടകരാക്കുന്ന ഒരു സമീപനം തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ഇതിൽ പാർട്ടിക്ക് 2 ലക്ഷ്യമാണ്. ഒന്ന്, ഇപ്പോൾ വി.എസിന്റെ മരണത്തോടുകൂടി ഉയർന്നിട്ടുള്ള ഈ ശക്തമായ ആരോപണങ്ങൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമുണ്ട്, അതിന് വിശദീകരണം നൽകുക. അതോടൊപ്പം തന്നെ ഇത്തരം നേതാക്കളെ ആ ആരോപണങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വി.എസിനെ അധിക്ഷേപിക്കൽ കൂടിയാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വി.എസിന്റെ ജനകീയത അത് മുതലെടുക്കാൻ പാർട്ടി ലക്ഷ്യം വെക്കുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം വി.എസ്. തന്നെ പറഞ്ഞ പഴയ ഇന്റർവ്യൂകൾ അടക്കം പുറത്തു വരുമ്പോൾ ലാവ്ലിൻ കേസിൽ വി.എസ്. വിശ്വസിക്കുന്നത് പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്ന തുറന്ന പറച്ചിലുകൾ, അത്തരം കേന്ദ്ര ഏജൻസികളെയാണ് തനിക്ക് വിശ്വാസമെന്ന് പിണറായിക്കെതിരെ വി.എസ്. അച്യുതാനന്ദൻ തുറന്നു പറയുന്ന ഇന്റർവ്യൂകൾ, ഇതെല്ലാം തന്നെ പാർട്ടിക്ക് വലിയ ആഘാതമായി മാറുമ്പോഴാണ് ഈ ഒരു തുടർ ഭരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ ലക്ഷ്യത്തിന് വലിയ മുറിവേൽക്കുന്ന രീതിയിൽ, അതിന് വലിയ തിരിച്ചടി നൽകുന്ന രീതിയിൽ വി.എസിന്റെ പ്രഭാവം മാറുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ വി.എസ്. അച്യുതാനന്ദനെ ചാനൽ ചർച്ചകളിലാണെങ്കിലും അതല്ല പൊതുവേദികളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഈ എം. സ്വരാജ് എന്നത്. അതിനാൽ ഈ സ്വരാജിനെ കൊണ്ടുവന്ന് വി.എസ്. അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ അതിനെതിരെ പ്രതിഷേധം എന്തെങ്കിലും ഉയരുന്നുണ്ടോ? കാരണം നമുക്കറിയാം എല്ലാ ജില്ലകളും ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. എങ്കിൽ പോലും ആലപ്പുഴ വി.എസിന്റെ ഒരു ജന്മനാട്, തട്ടകം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോഴും കുറച്ചെങ്കിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങളൊന്നും ഉയരുന്നില്ലേ? വി.എസ്. അനുസ്മരണ സമ്മേളനത്തിൽ എം. സ്വരാജ് ആലപ്പുഴയിൽ സംസാരിക്കാനെത്തുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ തുറന്നു പറച്ചിലുകൾ CPM നേതാക്കളുടെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഈ ഘട്ടത്തിലാണ് വി.എസ്. അച്യുതാനന്ദനെ അനുസ്മരിക്കുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച CPM-ന്റെ നേതാവായിട്ടുള്ള സ്വരാജിനെ തന്നെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും വി.എസിനെ അധിക്ഷേപിക്കാൻ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ്. ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് സുധീഷ് ഗോപാൽ.